ഞാനിന്ന് കോഴിക്കോട് ബൈപ്പാസിലെ റോയൽ ഡ്രൈവിലേക്ക് വന്നതാണ്. ഒരുപാട് വാഹനത്തിൻ്റെ ടെക്നോളജി പഠിക്കാൻ പുത്തൻ കാറുകൾ, പുതിയ കാറല്ലെങ്കിലും പഴയ കാറാണെങ്കിലും ഹൈടെക് കാറുകൾ, ഹൈബ്രിഡ് കാറ്, അതേപോലെ പ്ലഗ് ഇൻ ഹൈബ്രിഡ്, ഡ്രൈവറില്ലാതെ ഓടുന്ന കാർ, ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്കതൊരു ക്രേസാണല്ലോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെയാണ് മുജീബ് റോയൽ. നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ മറ്റ് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ടെക്നിക്കലാണ്, ടെക്നോളജിയുടെ കുറച്ച് ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഒരുപാട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും അതിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അത് അന്വേഷിച്ച് വന്നതാണ്. എനിക്കും അറിയണം. വരി. എപ്പോഴും വരും ഇങ്ങോട്ടൊക്കെ വരണം. അപ്പോൾ ഇന്ന് തന്നെ ആവട്ടെ. എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കാറിനെ കുറിച്ചുള്ള ഏതൊക്കെ കുറേ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാർ ഇവിടെ വന്നിട്ടുണ്ട്. വോൾവോ കാറുണ്ട്, EV ഇഞ്ചനും കൂടി ഒരുമിച്ചുള്ളത്, പിന്നെ ഡ്രൈവർ ഇല്ലാതെ പാർക്ക് ചെയ്യുന്ന കാറ് ഒക്കെ ഉണ്ട്. ടെക്നിക്കലായി കുറച്ച് കാര്യങ്ങൾ അറിയാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഒക്കെ പരിചയപ്പെടുത്തില്ലേ? മുജീബ് ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. എന്നെ പോലെ വളരെ സിമ്പിളായി തുടങ്ങി ഇന്ന് മാഷാ അല്ലാഹ് എറണാകുളത്ത് ഷോറൂമായി, റോയൽ ഡ്രൈവില്ലേ തിരുവനന്തപുരത്തായി, എനിക്കറിയാം. ഇത് കോഴിക്കോട് 3, മലപ്പുറത്തും ഉണ്ട്. ഇതുപോലെ ആണോ? ശരി. അപ്പോൾ 4 ഉണ്ട്. അപ്പോൾ ഒരുപാട് ഷോറൂമുകളായി വളരെ സിമ്പിളായി വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ, അവനെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ തന്നെ വന്നത് തന്നെയാണ്. പ്ലസ് എനിക്ക് എൻ്റെ ടെക്നിക്കലായി കുറച്ച് കാര്യങ്ങൾ. ഇത് ഏതാ സാധനം? ഇത് BMW 5 സീരീസ് ആണ് വാഹനം. 5 സീരീസ് ആണ്. ഇത് വളരെ പോപ്പുലറായ വാഹനമാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് ഇന്നോവേഷനോട് കൂടി 2017 ശേഷം BMW ഒരു ചേഞ്ച് നടത്തി വന്ന വാഹനമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലക്സുറി വണ്ടി ഷോറൂമിൽ നിന്ന് വാങ്ങി വലിയ വില കൊടുത്ത് വാങ്ങുന്നതിന് പകരം അല്പം ഉപയോഗിച്ചത് പകുതിയോ അതിൽ താഴെ, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ? പകുതി അത് ഡിപ്പെൻഡ് ഓൺ മോഡലാണ്. നമ്മൾ ഒരു 2 വർഷം പഴക്കമുള്ളതൊന്നും പകുതി വിലയ്ക്ക് ആവില്ല. എന്നാലും ഇതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ പുതിയ വാഹനങ്ങൾക്ക് കൂടുന്ന പ്രൈസ് ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ഓരോ വർഷത്തിലും. പണ്ടൊക്കെ 2 ലക്ഷം 5 ലക്ഷം കൂടുന്ന ഇപ്പോൾ 10 ലക്ഷം 20 ലക്ഷം ഒക്കെ. അപ്പോൾ അത്രയും വലിയ ചേഞ്ച് ഇല്ലാതെ തന്നെ സാധാരണക്കാരനും ഒരു ലക്സുറി വണ്ടി സ്വന്തമാക്കാം. അതാണല്ലോ ഇതിൻ്റെ ഒക്കെ പ്രത്യേകത. പിന്നെ നല്ല ആർക്കെയും കയ്യിലുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടാൽ നിങ്ങൾ വിറ്റും തരും തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങും ചെയ്യും. ഞാൻ മനസ്സിലാക്കിയത് ഏതാണ് പിന്നെ ഹൈബ്രിഡ്? ഇതാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വാഹനം. ഇത് വോൾവോയുടെ രാജാവാണ്. അതെ, XC90 T8 എക്സലൻസ് എന്ന് പറഞ്ഞ അവരുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷറി ആണിത്. ഇത് പിന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് നിറച്ച് ഓടിക്കും ചെയ്യാം, പെട്രോൾ ഒഴിച്ചിട്ട് ഓടിക്കാം. പെട്രോൾ ഡീസൽ? അത് ഇത് പെട്രോൾ. പ്ലഗ് ഇൻ ഹൈബ്രിഡുകളിൽ പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. ലക്ഷറിയിൽ ഇലക്ട്രിക്കൽ ഷോക്കറ്റ് ആണ് സാധാ നമ്മളെ വീട്ടിലെ പ്ലഗ്. അതെ. അങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാം. ഇതിന്റെ ബാറ്ററിയെ ചാർജ് ചെയ്യുകയും ചെയ്യാം. പെട്രോളിൽ ഓടാം, കറണ്ടിൽ വീട്ടിൽ നിറച്ചിട്ട് ഓടാം. അതെ. അടിപൊളി. ഇതാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ്. പല ആൾക്കാരും എൻ്റെ ക്ലാസ് റൂമിലൊക്കെ ചോദിച്ചിരുന്നു സ്മാർട്ട് ഹൈബ്രിഡ്, പ്ലഗ് ഇൻ ഹൈബ്രിഡ്, EV ഇതുള്ള തമ്മിൽ വ്യത്യാസം. 4 ഫാമിലി ആയാലും ഇപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് വളരെ ചെറിയ പൈസയുടെ വ്യത്യാസമുള്ളൂ. അതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ചെറിയൊരു കുഞ്ഞ് ബാറ്ററി ഉള്ളൂ സ്മാർട്ട്. ഇപ്പോൾ മാരുതിയുടെ എർട്ടിക ഒക്കെ സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അല്പം പൊല്യൂഷൻ ഫ്രീയും സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു മോട്ടോർ വെച്ചാൽ വേറെ ഒന്നുമില്ല. പിന്നെ വരുന്നത് ഹൈബ്രിഡ് അല്ലേ? അതെ. ആ ഹൈബ്രിഡില് ടൗണിലൊക്കെ കുറേശ്ശെ ഇങ്ങനെ ഓടിക്കാം, ചെറിയൊരു കിലോമീറ്റർ ഒക്കെ. അതിൽ നിന്ന് തന്നെ അത് റീചാർജ് ആവും. അതിനുശേഷമാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് നമ്മൾ വീട്ടിൽ നിന്നും ചാർജ് ചെയ്യാം. ഇത് ശരിക്കും ഇവരുടെ ഇത് തന്നെ ബാഡ്ജിൽ തന്നെ ട്വിൻ എഞ്ചിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് എഞ്ചിൻ തന്നെ ഈ വാഹനത്തിനുണ്ട്. ഒരേ സമയം ഒരു പെട്രോൾ എഞ്ചിനും ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനും. ഭയങ്കര ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത് നടക്കുന്നത്. ഇങ്ങനെ വെറുതെ തുറക്കല്ലേ? ആൻസറാണ്. അതിനകത്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ബാറ്ററിയുടെ റേഞ്ച് ആണ് ഈ കാണുന്നത്. അതെ. ബാറ്ററി 20 ചാർജ് ഇല്ല. 21 കിലോമീറ്റർ ഓടാനുള്ള ബാറ്ററി ചാർജും 120 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂൽ ഇതിനെ വൺസ് നമ്മൾ പ്ലഗില് ചാർജ് ചെയ്താൽ ഒരു 80 കിലോമീറ്ററോളം അത് ഇലക്ട്രിക്കലി ഓടും. 80 കിലോമീറ്റർ അത്യാവശ്യം ടൗണിലൊക്കെ ഒന്ന് പോയി വരാൻ. പക്ഷെ നമുക്ക് പ്രശ്നമില്ലല്ലോ, പെട്രോൾ ഉണ്ടല്ലോ. അതെ, അത് ടെൻഷനും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇത് അതിൽ നിന്ന് തന്നെ റീജനറേറ്റ് ചെയ്ത് ആ 80 എന്നുള്ള എപ്പോഴും
ഒരു 60-70 റണ്ണിങ്ങിൽ അതിങ്ങനെ മെയിൻറ്റെയിൻ ഉണ്ടാവും ചെയ്യും. അതെ അതെ. അപ്പൊ എപ്പോഴും ഒരു 80 കിലോമീറ്റർ അവിടെ അഡീഷണൽ ഉണ്ട്. പെട്രോൾ എത്ര കുറഞ്ഞാലും ആ 80 കിലോമീറ്ററിന് നമുക്ക് പെട്രോൾ പമ്പിലൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്താം. അതെ അതെ അതെ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇനി പെട്രോൾ തീരെ അല്ലെങ്കിൽ വീട്ടിൽ ചാർജ് ചെയ്ത് വീണ്ടും ഒരു 80 പമ്പിലേക്ക് പോകാൻ പറ്റും. പക്ഷെ അതിനൊരു സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ അതിൽ ഓട്ടോ സെറ്റാ. ഞാൻ എപ്പോഴും അത് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുള്ള ഒരു 1500 RPM മേലെ അല്ലെങ്കിൽ 2000 RPM മേലെ കയറുമ്പോൾ അത് പെട്രോളിലോട്ട് കയറുകയും തിരിച്ച് RPM കൂടുന്നു. അതിന് സ്പീഡിന്റെ പ്രശ്നമില്ല. ഇപ്പൊ നമ്മളൊരു 100 സ്പീഡ് പോവുകയാണെങ്കിലും RPM കുറവാണെങ്കിൽ തിരിച്ചത് ഇലക്ട്രിക്കലോട്ട് വരുന്ന ഒരു സംവിധാനമാണ് അതിനുള്ളത്. ഫ്രിഡ്ജ് ഉണ്ട്, ഷാമ്പയിൻ ഗ്ലാസുകൾ, ഇതൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന. അതെ. അല്ല, ഫ്രിഡ്ജിൽ പിന്നെ തണുപ്പിക്കാം, ചൂടാക്കാൻ, ചായ കുടിക്കാനുണ്ടോ? ഇല്ല, ചൂട് കപ്പ് ചൂടാക്കാനുള്ള സംവിധാനം അത് ഇതിനകത്ത് വെച്ചിട്ട്. ഇവിടെ ഇപ്പൊ ഒരു ചായ കപ്പ് വെച്ചാൽ നമുക്ക് ചൂടോടെ എങ്ങനെ കുടിക്കാം, കോപ്പി എങ്ങനെ കുടിക്കാം. അതിന് തണുപ്പാണെങ്കിൽ ഇവിടെ വെച്ചുകൊടുക്കുക, ഫ്രിഡ്ജായി. പിന്നെ എല്ലാ സീറ്റുകളും സീറ്റ് മസാജറുകൾ, ഇതെന്താ പിന്നെ ഇത് നമുക്ക് ഇവിടെ ടേബിളായിട്ട് ഉപയോഗിക്കാം. ഇതിനകത്തുനിന്ന് ഇങ്ങനെ ടേബിൾ ഫ്ലൈറ്റിലെ സംഭവം അടിപൊളി വന്നല്ല. അതെ, ഇങ്ങോട്ടും ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിന്റെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇന്ന് വായിക്കാനോ ലാപ്ടോപ്പ് വെക്കാനോ അതിനൊക്കെ അല്ലേ? അതെ അതെ. രണ്ടുപേർക്കും. ഫ്രണ്ടിലോ അതേപോലെ തന്നെയാണ്. ഈ മോഡലിൽ വേറൊരു വെഹിക്കിളും കൂടി ഉണ്ട് ആക്ച്വലി. അത് ഇതിന്റെ മൊത്തം അഡ്ജസ്റ്റ്മെന്റ് ഈ സ്ക്രീനിലുണ്ടോ. ചൂടാക്കുക, തണുപ്പിക്കുക, സീറ്റ് വെന്റിലേറ്റർ, സീറ്റ് ചൂടാക്കാം, സീറ്റ് തണുപ്പിക്കാം, പിന്നെ ഈ സീറ്റ് മുന്നോട്ടാക്കാം, ബാക്കിലോട്ടാക്കാം. ഇപ്പൊ ഡ്രൈവർ അപ്പുറത്തെ സീറ്റ് വരെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അവനോട് ഒന്നാട് വലിക്കുന്നത് പറയണ്ട. കറക്റ്റ്. ഇവിടെ നമുക്കൊരു കാലിന് ഗ്യാപ്പ് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എക്സ്ക്യൂസ് മീ ഞാനത് ഒന്നാണ്ട് ആക്കുന്നുണ്ട് പറഞ്ഞിട്ടാക്കാം. ഇപ്പൊ ഈ സീറ്റിൽ നമ്മൾ VIP ഇരിക്കുമ്പോ ഡ്രൈവറെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഈ സീറ്റിനെ അതിനുള്ള നമുക്ക് തന്നെ ചെയ്യാമെന്നർത്ഥം. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആ സ്ക്രീനിലുണ്ട്. പിന്നെ ഇത് സാധാരണക്കാർക്കുള്ള കാറുകളൊക്കെ എവിടെയുള്ളത്? കുറഞ്ഞതുമില്ലേ? കുറഞ്ഞത് ഞങ്ങളടുത്ത് റോയൽ റേസ് സ്മാർട്ട് എന്ന് പറഞ്ഞ വേറെ കൺസെപ്റ്റ് ഉണ്ട്. അതൊരു 5 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള. അത് ഓൾറെഡി കൊച്ചിയിലാണ് അതിന്റെ വലിയ ഷോറൂം. പിന്നെ തിരുവനന്തപുരത്തും മലപ്പുറത്തും ഉണ്ട് ഈ ചെറിയ വണ്ടികളുടെ ഷോറൂം. കോഴിക്കോട് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ കോഴിക്കോടും. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന ഒരാൾ അന്വേഷിച്ചാലും ഞങ്ങൾ ഇവിടെ അതിൻ്റെ ടീമും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ആ വാഹനങ്ങൾ കാണാനും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. സർവീസ് സെന്റർ സർവീസ് സെന്റർ ഈ ടൈപ്പ് കാറൊക്കെ നിങ്ങൾ ഇവിടെ റിപ്പയർ ചെയ്യും? എല്ലാ ലക്ഷറി കാറുകൾക്കും സർവീസ് സെന്റർ. കൊച്ചിയിൽ ഞങ്ങൾ 1.5 വർഷമായി തുടങ്ങിയിട്ട് കോഴിക്കോട് ഫെബ്രുവരിയിലാണ് ഇനാഗുറേഷൻ. ഈ ഷോറൂമിന്റെ ബാക്കിൽ തന്നെയാണ്, അടുത്ത് തന്നെയാണ് ഉള്ളത്. ഇത് എങ്ങനെയാ വെച്ചാൽ ഇത് മുന്നിലോട്ട് നമ്മൾ പോയ അതേപോലെ ഇത് പിന്നെ ഒരു ഹെൽപ്പില്ല. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഭയങ്കര ഉപകാരമുള്ളൊരു ഫീച്ചറാണ്. അതായത് ഈ വാഹനം നമ്മളിപ്പോൾ ഇവിടുന്ന് എങ്ങനെ എടുത്തു കൊണ്ടുപോയി അതുപോലെ അത് തിരിച്ചു വന്നിട്ട് അവിടെ ഒന്ന് ഓട്ടോമാറ്റിക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം. ഇതാണ് നമ്മുടെ മീറ്റിംഗ് വണ്ടി. ഞാനൊക്കെ പിന്നെ പറയാറുണ്ട്, നമ്മളൊക്കെ ഒരു സ്വപ്ന വണ്ടികളാണ്. വണ്ടിയിൽ കുറെ മീറ്റിംഗ് നടത്താനല്ല, സമയം ലാഭിക്കാം. നമ്മളൊരു യാത്ര പോകലും അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ മീറ്റിംഗ് ഇതിൽ തീരും. അല്ലേ? ഇനി ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിലും നമുക്ക് പാട്ടൊക്കെ പാടി ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ലാവിഷായിട്ട് പോകണ ഒരു കേരള രജിസ്ട്രേഷൻ ആണ് വാഹനം. അതിന്റെ കൂടെ ഇതില് പിന്നെ സാധാരണ മറ്റ് നമുക്ക് ഇത് റൂഫ് ഹൈറ്റ് ഉണ്ടായിരുന്നു. 220 വോൾട്ടാണ്. എങ്ങനെ ഇതിന്റെ പവർ സപ്ലൈ അത് അങ്ങനെ എന്നോട് ചോദിച്ചാല് ഇലക്ട്രിക്കൽ ആണെന്ന് എന്റെ വിശ്വാസം. DC വോൾട്ടുകളാണ്. അതൊക്കെ ജസ്റ്റ് സ്റ്റോറേജ് ബോക്സുകളാണ്. അത് നമുക്ക് അതുപോലെ തന്നെ അത് തുറന്ന് ഇതെന്താണ് ടേബിള് ഭക്ഷണം കഴിക്കാം, മീറ്റിംഗ് ഭക്ഷണം കഴിക്കാനൊക്കെ. സീറ്റുകളൊക്കെ റിക്ലൈനബിൾ ആണ്. നമുക്ക് കുറച്ചുകൂടി പിന്നെ 2 TV ഉണ്ട്. ഇതിന്റെ ആദ്യത്തെ ഓണർ ഇങ്ങനെ സെറ്റ് ചെയ്തതാ. നമ്മൾ ആസിറ്റീസ് വാങ്ങിച്ചാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു പർപ്പസ് ഉള്ള ആളുകൾക്ക് ഇത് വലിയ ഉപകാരമായിരിക്കും. ഈവൻ തായ് സപ്പോർട്ട്, മുന്നോട്ട് മസാജർ ഇല്ല. കൊള്ളാം. ഈ 2 ഉറങ്ങാം നന്നായിട്ട്. ഒരു റൂം എടുക്കണ്ട, ഒരു സ്റ്റാർ ഹോട്ടലിലെ റൂം എടുക്കണേ ഇപ്പൊ എത്ര രൂപ ആണല്ലേ? പക്ഷെ ഇത് ഏറ്റവും സൗകര്യം ഇതാണ്. നമ്മള് ഇതില് ഒരു പിന്നെ മീറ്റിങ്ങുകളാണ് ഏറ്റവും ബിസി ഷെഡ്യൂൾ ആൾക്കാർ. ടയോട്ട ആയതുകൊണ്ട് തന്നെ ഒബിയസ്ലി
ഓട്ടോമാറ്റിക്കാണ്. ടയോട്ടയുടെ ഞങ്ങൾ 60 ലക്ഷമാണ് അതിന് ചോദിക്കുന്നത്. അവിടെ ഉണ്ടല്ലോ അല്ലേ ചോദിക്കണത്. പിന്നെ പാർട്ടി വരുമ്പോൾ അതിനനുസരിച്ചൊക്കെ. അതെ അതെ. അപ്പോൾ നമ്മളിനെ ഇതിനെ ഓട്ടോ പാർക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് എന്താ ഇതിനെ വിളിക്കല്? ഓട്ടോ പാർക്കിംഗ്, ഓട്ടോ റിവേഴ്സ് അസിസ്റ്റന്റ് അല്ലേ? ഈ ഒരു മോഡ് അതാണ് നമ്മുടെ മോഡ്. അതിന് ജസ്റ്റ് ഇനിയിപ്പോൾ റിവേഴ്സുകൾക്ക് പോയാൽ മതിയല്ലോ, ആ മോഡിലേക്ക് ഇട്ടൂടെ? ഇപ്പം ആ മോഡിൽ വന്നു, ആ ഫങ്ഷൻ ഇനേബിളായി അല്ലേ? റിവേഴ്സ് അസിസ്റ്റന്റ് മോഡ് ഇനേബിൾ. ഇനി നമ്മൾ ഫോർവേഡ് അത്രയല്ലേ ഉള്ളൂ. ഇതിലാ ഇവിടെ ഉണ്ട് പോയിട്ട് പിന്നെ താഴോട്ട്. യെസ്, കടന്നാ കുടുങ്ങി റോട്ടിലേക്കൊക്കെ ബെസ്റ്റ് പരിപാടി അല്ലേ? അതുകൊണ്ടല്ലേ കുറേ ആരുമായിട്ട് വലിയ കാറായിരിക്കും, വലിയ വീടായിരിക്കും, റോഡ് വലുതല്ല. കാരണം ഒരുപാട് ആൾക്കാർ അംഗീകരിക്കണേ നമുക്കൊരു വലിയ റോഡ് കിട്ടാൻ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഇവിടുന്ന് ഞാൻ സ്റ്റാരിങ്ങിൽ നിന്ന് കൈയെടുത്തു അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഞാൻ റിവേഴ്സ് എന്ന മോഡിലേക്ക് കണ്ട് മാറ്റിട്ടാൽ മതി അല്ലേ? ഓക്കെ, ആ കയ്യിൽ മേലെ വെച്ചാൽ ഇതാ അതിന് ഉറപ്പാക്കാൻ കാര്യമില്ല എന്ന് പറയല്ലേ? കാരണം അതിങ്ങനെ നമുക്ക് തോന്നും അത് ഇതാണെന്ന്. ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, കൺഫ്യൂഷൻ വേണ്ട, വേറെ എവിടെയും വെച്ച്. അതെ അതെ, കല്ലുകൊണ്ടല്ല എന്നുള്ളത് സ്റ്റാരിങ് കാണിക്കുന്നില്ല മോനെ. അല്ല, ഇതൊക്കെ ഏറ്റവും ചെറിയ ഫീച്ചറായി മാറി. ടെക്നോളജി അത്രമാത്രം മാറി. മിക്ക കാറുകളിൽ ഇത് വരും. ആദ്യം ഇത്തരം ലക്ഷറി വണ്ടിയിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ് ഒരു സാധാരണക്കാരന്റെ 10, 15, 20 ലക്ഷം രൂപയുടെ കാറിൽ വരുന്നത്. എന്ന പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ഫീച്ചർ മതിയോ? ഞാൻ ഒന്നും ചെയ്തില്ല, അടിപൊളി. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് എന്ത്, ഇത്തരം ഫീച്ചേഴ്സൊക്കെ അടുത്ത ഒരു 10 20 ലക്ഷം രൂപയുടെ വണ്ടിയിൽ പ്രതീക്ഷിക്കാതെ മാത്രമല്ല EVയിൽ എന്തായാലും പ്രതീക്ഷിക്കാം. ഇപ്പൊ നമ്മളടുത്ത് സ്മാർട്ടും കൂടി വന്നുകൊണ്ട് 5 ലക്ഷം മുതൽ 5 കോടി വരെയുള്ള പ്രോഡക്റ്റുകളുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിനൊക്കെ ഓരോ സെഗ്മെന്റ് ആയിട്ട് തരംതിരിച്ച് സെപ്പറേറ്റ് തന്നെ ഓടിക്കുന്നത്. ഇപ്പോൾ റോയൽ ഡ്രൈവ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള ലക്ഷറി ഒരു 15 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 3.5 കോടി 3.25 കോടിയുടെ വാഹനം വരെ ഉണ്ട്. 3.25 കോടിയുടെ ബെൻഡേഗ ഉണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും വില കൂടി ഇന്നത്തെ സ്റ്റോക്കിലുള്ളത്. അതിപ്പോൾ കൊച്ചിയിലാണ്. അതായത് 2016 ഈ ബ്രാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വേറെ ഒന്നുമില്ല, നത്തിങ്. എനിക്ക് വണ്ടികളെ ഇഷ്ടമായിരുന്നു. ഈ വണ്ടികളോടുള്ള ഇഷ്ടം, എല്ലാ വണ്ടിയല്ല, കുറച്ച് നല്ല വണ്ടി, ക്ലാസ് വണ്ടിനൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള താല്പര്യമില്ലേ? അതെ അതെ, അതാണ്. പിന്നെ എന്നോട് ഒരാൾ എന്ത് ഞാൻ നേടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തത്, ഞാൻ ഇന്ന് ഉപയോഗിച്ച അല്ലെങ്കിൽ ഞാൻ ഓടിച്ച് നോക്കി അത്രയും വേണ്ടി. ഇപ്പോൾ റോൾസ് റോയ്സിൻ്റെ ആണെങ്കിൽ ഫാൻറ്റം തൊട്ട് അല്ല ഏത് ബ്രാൻഡിലും അതിൻ്റെ ഒരു 80-90% പ്രൊഡക്റ്റ് ഞാൻ ടച്ച് ആൻഡ് ഫീൽ ചെയ്തു. ഇത് ഞാൻ ഈ മേഖലയിലല്ലായിരുന്നെങ്കിൽ, എൻ്റെ ഇഷ്ടതായതുകൊണ്ട് ഈ മേഖലയിലല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ദുബായ് ഷെയ്ഖിൻ്റെ മോനൊക്കെ ആയിട്ട് ജനിക്കേണ്ടി. അപ്പോൾ നമ്മളുടെ ഒരു മോനാണെങ്കിൽ മാത്രമേ വണ്ടികൾ എനിക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ ഇതെൻ്റെ മേഖല ആയതുകൊണ്ട് നമുക്ക് ഏത് വണ്ടിയും ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൽ ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആ സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ സിസ്റ്റം എന്താ വെച്ചപ്പോൾ കസ്റ്റമർ ഇവിടെ വന്നാലും ഞങ്ങൾ സ്റ്റോക്കിൽ എപ്പോഴും ഒരു നിയർ 100 കാർസ് ഉണ്ടാവും. ഈ ലക്ഷറി മാത്രം, സ്മാർട്ടും അതേപോലെ എബോവ് 100 ഉണ്ടാവും. അപ്പോൾ ആ കസ്റ്റമറുടെ എന്താണ് അവരുടെ നീഡ് അനുസരിച്ചുള്ള വാഹനം ഇങ്ങോട്ട് എത്തിക്കും. ഏകദേശം കസ്റ്റമർ ഓക്കെ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള വാഹനത്തിന് തിരുവനന്തപുരത്ത് കസ്റ്റമർ വരികയാണെങ്കിൽ ഈ വാഹനത്താണ്ട് അങ്ങോട്ട് എത്തിക്കും. 25 കിടക്കുകയാണ്. പുതുമകൾ തീർച്ചയായിട്ടും ഇപ്പോൾ കോഴിക്കോട് ഈ സ്മാർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കോഴിക്കോട് ഈ ഫെബ്രുവരിയിൽ വർക്ക് ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. കെയറിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ. ഇത് രണ്ടുമാണ് ഈ വർഷത്തിലെ ഏറ്റവും. അപ്പോൾ ഇനി എല്ലാവർക്കും അത്യാവശ്യം ഒരു ലക്ഷറി കാറുകളൊക്കെ നിങ്ങളടുത്ത് വന്ന് സർവീസ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. തീർച്ചയായും ഇതിൻ്റെ നല്ല ഫ്ലോ ചാർട്ട് ഉണ്ട്. അതെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ERP സംവിധാനം ഉണ്ട്. 8 കൊല്ലം പിന്നിട്ട് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞ് 9 വർഷത്തിലോട്ട്. ഏതായാലും മബ്രൂക്ക്, അൽഫ് മബ്രൂക്ക്, കൺഗ്രാജുലേഷൻ. തീർച്ചയായിട്ടും വിജയിക്കട്ടെ. ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും അഡ്രസ്സൊക്കെ തരികയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കോൺടാക്ട് താഴെ ഇടാം. ഓക്കെ വിജയ്, താങ്ക് യു. നിങ്ങളുടെ വിലയേറിയ സമയം ഇവിടെ വന്നതിന്. ഓക്കെ.